പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ശഅബാൻ മാസത്തിൻ്റെ ആദ്യത്തെ തിങ്കളാഴ്ച രാവിലേക്കാണ് ഇന്നത്തെ മഗ്‌രിബ് വാങ്കോടെ കയറാൻ പോകുന്നത്. ഇന്നത്തെ മഗ്‌രിബ് വാങ്കോടെ ഇന്നത്തെ രാത്രിയിൽ അൽഹംദുലില്ലാഹ് നമ്മൾ സ്വലാത്തുൽ ഖുറൂബ്, പ്രയാസങ്ങൾ വിഷമങ്ങൾ അത്ഭുതകരമായി മാറ്റാൻ പോകുന്ന സ്വലാത്ത്, ഈ സ്വലാത്ത് ഒരു വട്ടം ചൊല്ലിയിട്ട് നമ്മൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രയാസങ്ങൾ മാറാൻ വേണ്ടി ദ്വാരുന്നാൽ എത്ര പ്രയാസം മാറും. ഈ സ്വലാത്ത് നമ്മൾ പ്രത്യേകമായ ഒരു വെള്ളത്തിൽ മന്ത്രിച്ച് ഈ സ്വലാത്തും പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹയും ഓതിയിട്ട് നമ്മൾ കുടിച്ചാൽ ഏത് രോഗം മാറാത്തത്? ഏത് രോഗങ്ങളും പ്രയാസങ്ങളും അത്ഭുതകരമായി മാറ്റാൻ പോകുന്ന വലിയ ഫലങ്ങളുള്ള പരിശുദ്ധമായ സ്വലാത്തും പ്രധാനപ്പെട്ട അമലുകളും നമുക്കറിയണ്ടേ, പഠിക്കണ്ടേ? ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ അൻവാർ ഫജറിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അൽ ഫായിസീന ബിറിദ്വാല്ലാഹി മാ ബഅദ്. പ്രിയമുള്ള ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദര സഹോദരിമാരെ, അൻവാർ ഫജറിൻ്റെ വളരെ വേണ്ടപ്പെട്ട മഹിമികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുമായി ബന്ധപ്പെട്ടവർ, കമൻറ്റിലൂടെ ഒരുപാട് സന്തോഷം പറയുന്നവർ, ദുആ ചെയ്യാൻ പറയുന്നവർ, പല മുറാദുകളും ഹാസിലാകണമെന്ന് പറഞ്ഞവർ, പ്രത്യേകിച്ച് നമ്മുടെ മരിച്ചുപോയ വേണ്ടപ്പെട്ട എല്ലാവരുടെയും ഖബർ അള്ളാഹു സന്തോഷത്തിലും റാഹത്തിലും എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും നമ്മുടെ മുഹബ്ബീങ്ങൾ എല്ലാവർക്കും അള്ളാഹു ഖൈറും ബർക്കത്തും നൽകട്ടെ. നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കട്ടെ. എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾക്കും അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ശഅബാൻ മാസത്തിൻ്റെ ആദ്യത്തെ തിങ്കളാഴ്ച രാവിലേക്ക് ഇന്നത്തെ മഗ്‌രിബ് വാങ്കോടെ കയറാൻ പോവുകയാണ്. ഈ പരിശുദ്ധമായ തിങ്കളാഴ്ച രാവിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഏറ്റവും കൂടുതൽ ഗൗരവത്തോടുകൂടെ ഇന്നത്തെ രാവിലെ ഉപയോഗപ്പെടുത്തണം. കാരണം ഈ മാസത്തിൻ്റെ പേരെന്താണെന്നറിയോ? ഈ മാസത്തിൻ്റെ പേര് പരിശുദ്ധമായ ശഅബാനാണ്. ആ ശഅബാൻ മാസത്തിന് മഹാന്മാർ അടയാളപ്പെടുത്തി വച്ചിരിക്കുന്ന ഒരു പേര് ശഹ്റു സ്വലാ, സ്വലാത്തിൻ്റെ മാസം എന്നാണ്. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ഇത്രയേറെ അറ്റാച്ച്മെൻറ്റ്, അതായത് അവിടുത്തെ ലൈഫ് മുഴുവനും വരച്ച് കാണിക്കുന്ന പരിശുദ്ധമായ ഖുർആനിൻ്റെ സൂറത്തുൽ അഹ്സാബിൻ്റെ ഒരു പ്രഗത്ഭമായ ആയത്ത് നമുക്കൊക്കെ മനപ്പാടമുള്ള, പ്രത്യേകിച്ച് വെള്ളിയാഴ്ചയിൽ ഒരു വെള്ളിയാഴ്ചയെങ്കിലും പള്ളി കയറിയിട്ടുള്ളൊരു മുഅ്മിൻ അവൻ അറിയാതെ കേട്ടിട്ടുണ്ടാകും ഈ പരിശുദ്ധമായ ആയത്ത്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഖുർആനിൻ്റെ ഒരുപാട് അത്ഭുതം നിറഞ്ഞ ആയത്താണ് ഈ ആയത്ത്. ഈ ആയത്ത് പോലൊരു ശൈലി അള്ളാഹു 6000 ചില്ലറ മറ്റു ആയത്തുകളിൽ പറഞ്ഞിട്ടില്ല, അള്ളാഹു ചെയ്തിട്ടില്ല, അള്ളാഹു കാണിച്ചു തന്നിട്ടില്ല. ഈ ഒരു ശൈലിയില്ല. കാരണം സ്വലാത്തൊരു പ്രത്യേകമായ അമലാണ്. അപ്പോൾ വേറെ അമലുകൾക്ക് പ്രാധാന്യമില്ലേ? തിരിച്ചിട്ടും പ്രാധാന്യമുണ്ട്. പക്ഷേ ഈ ഒരു വെറൈറ്റി വേറെ അമലിനും ഇല്ല എന്ന് കറതീർത്ത് പറഞ്ഞിട്ടാണ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയിട്ടുള്ളത്. സ്വലാത്തിനെ പോലെ ഒരു വെറൈറ്റി അമൽ വേറെ ഒന്നും കാണാൻ പറ്റില്ല. ആ സ്വലാത്തിൻ്റെ പ്രത്യേകതകളൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഈ ആയത്തിൽ. അതായത് ഇന്നല്ലാഹു മലായികതു യുസല്ലൂന അലൻ നബി, അള്ളാഹുവിൻ്റെ മലക്കുകളും അഭിമാനത്തോടെ റാഹത്തായിട്ട് സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. സ്വലാത്ത് ഞങ്ങൾ ചൊല്ലിയിരുന്നു എന്നല്ല, യുസല്ലൂന ചൊല്ലിക്കൊണ്ടേയിരിക്കുകയാണ്, നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ സമയങ്ങളിലും ആ വലിയ അമലിന്, ആ ഒരു പ്രവർത്തനത്തിന് പ്രസൻസ് ഉണ്ട്, എപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. യുസല്ലൂന. അതുകൊണ്ട് ഞാനും എൻ്റെ മലക്കുകളും അഭിമാനത്തോടെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ യാ അയ്യുഹല്ലദീന ആമനു യാ അയ്യുഹന്നാസ് എന്ന് വിളിച്ചില്ല. കാരണം ജനങ്ങൾക്ക് മൊത്തത്തിൽ ഏറ്റെടുക്കാൻ പറ്റിയ ഒരു ദൗത്യമല്ല ഇത്. ഇത് ആർക്കെങ്കിലും ഏതെങ്കിലും വിദഅത്തുകാർക്ക് ഏറ്റെടുക്കാൻ പറ്റുമോ? പറ്റൂല. അവർക്ക് ഇതിൽ തർക്കങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കും, കുഴപ്പങ്ങളുണ്ടാക്കും, ഫിത്നകളുണ്ടാക്കും. ഏതെങ്കിലും ആർക്കെങ്കിലും ഏറ്റെടുക്കാൻ പറ്റൂല. ഇത് ഖൽബിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ വേര് ഉറച്ചിട്ടുള്ള മുഅ്മിനീങ്ങൾക്ക് മാത്രം, ഈമാനുള്ളവർക്ക്, ഖൽബിൽ ഈമാനുണ്ടോ അവർ ഏറ്റെടുക്കും. അവരിത് തർക്കിക്കാൻ പോകില്ല. അവർ സ്വലാത്തിൻ്റെ കാര്യത്തിൽ വിഷയം ഉണ്ടാക്കില്ല. സ്വലാത്ത് ചൊല്ലുന്ന പള്ളിയിൽ അവർ ഖിലാഫത്ത് ഉണ്ടാക്കില്ല, ഒരു കുഴപ്പമുണ്ടാക്കില്ല. എന്തുകൊണ്ട്? അവരുടെ ഖൽബിൽ ഈമാനുണ്ട്. അതുകൊണ്ടാണ് ഈമാനുള്ളവരെ മാത്രം വിളിച്ചുകൊണ്ട് അല്ലാൻ്റെ വർത്താനം യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, സ്വലാത്തും സലാമും നിങ്ങൾ ചെയ്തോളി, നിങ്ങളെ കൊണ്ടേ പറ്റുള്ളൂ. മുഅ്മിനീങ്ങൾക്ക് ഏറ്റെടുക്കുന്ന ഒരു ദൗത്യമാണ് സ്വലാത്തിൻ്റെ ദൗത്യം. ആ സ്വലാത്തിൻ്റെ ഈ ആയത്തിൽ 63 ഹർഫുകളാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലൈഫ് മുഴുവനുമാണ്. അതായത് 63 വയസ്സുകാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്ത് നടന്നു പോയിട്ടില്ലേ, ജീവിച്ചില്ലേ, അവിടുത്തെ ജീവിതകാലം മുഴുവനും അടയാളപ്പെടുത്തിയ ആയത്താണ് ഈ ആയത്ത്. 63 അക്ഷരം, 63 വയസ്സാണ് അവിടുത്തെ വയസ്സ്, അറിയാമല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഴുവനായി എടുത്തു കാണിച്ച, അവിടുത്തെ മഹത്വം കാണിച്ച പരിശുദ്ധമായ ഈ ആയത്ത്, ഈ സ്വലാത്തിൻ്റെ ആയത്ത് നമ്മുടെ ജീവിതത്തിൽ എമ്പാടും ഉണ്ടാകണം. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, ഏത് അമലും മക്ബൂലും ആകാം, മർദൂദും ആകാം.
സ്വീകരിക്കാൻ തള്ളപ്പെടാം. നിസ്കാരവും ഹജ്ജും ഒക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷേ മഖബൂലാണ് എന്ന റിസൾട്ട് മാത്രം വരുള്ളൂ സ്വലാത്തിന്. സ്വലാത്ത് ആര് ചൊല്ലി, എപ്പോൾ ചൊല്ലി, എന്തിനു ചൊല്ലി അതൊന്നും വിഷയമല്ല. ചൊല്ലിയോ കബൂലാവും. ആര് ചൊല്ലിയാലും. സ്വലാത്ത് ചൊല്ലാൻ ഒരാൾ മറന്നു, നമുക്ക് പല അമലുകളും മറന്നു എന്ന് പറയാം. സ്വലാത്ത് മറന്നു എന്ന് പോലും പറയാൻ പറ്റില്ല, അത്രയേറെ ഗൗരവമാണ്. മൻ നസിയ സ്വലാത്ത് അലിയ ഖത്വഅ ത്വരീഖൽ ജന്ന. സ്വഹീഹ ഹദീസിൽ കാണാം, സ്വലാത്തിൻ്റെ കാര്യമാണ് ഒരാൾ മറന്നു പോയതെങ്കിൽ അവൻ സ്വർഗത്തിലേക്കുള്ള വഴി പിഴച്ചു പോയി എന്നാണ്, റൂട്ട് മാറിപ്പോയവനാണ്. അള്ളാഹു കാക്കട്ടെ. ഹദീസിൽ കാണാം സ്വലാത്ത് അത്രയും ഗൗരവമുള്ളതാണ്. ഒരു സ്വലാത്ത് ചൊല്ലുമ്പോൾ 70,000 മലക്കൾ ദ്വാരക്കും. എന്താ ഞാൻ പറഞ്ഞത്? സ്വലാത്ത് ഒരു വട്ടം നമ്മൾ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പം ഞാൻ ചൊല്ലിയല്ലോ, എൻ്റെ കൂടെ നിങ്ങൾ പലരും ചൊല്ലിയല്ലോ, എന്താ കൂലി? 70,000 മലക്കൾ ദ്വാരക്കാം ഒറ്റ സ്വലാത്ത് കൊണ്ട്. പിന്നെ അള്ളാഹിൻ്റെ 10 സ്വലാത്ത് പറയണ്ടല്ലോ. അള്ളാഹിൻ്റെ ഒരു സ്വലാത്ത് കിട്ടിയാൽ വിജയം ഉറപ്പാണ്. എല്ലാറ്റിനും സ്വലാത്ത്. അപ്പോൾ സ്വലാത്തിൻ്റെ മാസം ഷഹ്റു സ്വലാ. ഈ പരിശുദ്ധമായ ഖുർആനിൻ്റെ സ്വലാത്തിൻ്റെ ആയത്തിറങ്ങിയത് ഈ ഷഹറിലാണ്, ഈ ശഅബാനിലാണ്. അതുകൊണ്ട് തന്നെ ശഅബാൻ ഷഹ്റു സ്വലാത്താണ് എന്ന് ഉലമാ ചർച്ച ചെയ്തിട്ടുണ്ട്. സ്വലാത്തുകളെമ്പാടും പോരിശുള്ളത് പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് മഹത്വങ്ങളും ഖൈറുകളും പരിശുദ്ധമായ സ്വലാത്ത്, ഈ സ്വലാത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നുണ്ട്. ഒരുപാട് മഹത്വങ്ങളും പോരിശകളും പ്രിയപ്പെട്ടവരെ സ്വലാത്തുകളിലൂടെ. ഏത് സ്വലാത്തും പറ്റും. പ്രത്യേകിച്ച് നമ്മൾ ഇതേവരെ അൻവാർ ഹഫീദിൻ്റെ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാത്തൊരു സ്വലാത്തുണ്ട്. എമ്പാടും നമുക്ക് രോഗങ്ങൾ മാറി കിട്ടാൻ ഈ സ്വലാത്തൊരു കാരണമാകും. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ കുറൂബുകൾ, നമ്മുടെ എല്ലാ വിഷമങ്ങൾ, പ്രയാസങ്ങൾ, നൊമ്പരങ്ങൾ അത് മുഴുവനും മാറിപ്പോകാൻ ഈ സ്വലാത്ത് കാരണമാകും. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിനിൽ ഹബീബിൽ മഹ്ബൂബി ഷാഫിൽ ഇലലി മുഫർരിജിൽ ഖുറൂബ്. സ്വലാത്തുൽ ഖുറൂബ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പേര് പറയാം. സ്വലാത്തുൽ ഖുറൂബ് എന്ന് നമ്മൾ ഇന്ന് ചൊല്ലിയാൽ ഒരു വട്ടം ആത്മാർത്ഥമായിട്ട് ചൊല്ലിയോ തീർച്ചയായിട്ടും നമ്മുടെ കർബുകൾ, നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കും അത് പരിഹാരം കാണിച്ചു തരും. എല്ലാ രോഗങ്ങൾക്കും അത് ശമനം നൽകും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇടപെടൽ മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഹരിച്ചു തരാത്ത മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഒന്നുമില്ല. എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന നമുക്ക് പരിഹരിച്ചു തരാത്ത കാര്യങ്ങൾ എന്താ? ഒന്നുമില്ല. എല്ലാം പരിഹരിക്കും. ഒരാളുടെ ഏറ്റവും വലിയ ആവശ്യം എന്താ? നാളെ ഹിസാബ് കഴിയുമ്പോൾ നരകത്തിൻ്റെ ആളായി ചുമ്മാ സ്വർഗത്തിൽ പോകുന്നവരെ വിളിച്ചിട്ട് ശഫാഅത്ത് സ്വർഗത്തിലേക്ക് വിടുകയല്ല. പിന്നെയോ നരകത്തിൽ പോകാൻ അവകാശപ്പെട്ട ആളുകൾ, അതിന് യോഗ്യരായ നരകത്തിൽ പോകേണ്ടവരാണ് അവർക്ക് മുസ്തഹിക്കാൻ, അവരെ വിളിച്ചിട്ട് അള്ളാഹുവിനോട് ശഫാഅത്ത് ചെയ്തിട്ട് സ്വർഗത്തിലേക്ക് വിടുക. ഒരാൾ ഏറ്റവും വലിയ ആവശ്യം. അതുപോലും പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന നടക്കും എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരൊന്ന് ആലോചിച്ച് നോക്കി. ഈ ലോക ജീവിതത്തിൽ നമ്മുടെ പ്രയാസങ്ങൾ, വിഷമങ്ങളുടെ രോഗങ്ങൾ അള്ളാഹുവിനോട് അത് പരിഹരിച്ച് കിട്ടാൻ വേണ്ടി നമുക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്ത് മാറ്റാൻ ആർക്ക് കഴിയും? പരിശുദ്ധ റസൂലിന് കഴിയും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അള്ളാഹിൻ്റെ ദൗത്യം ഏറ്റെടുത്തൊന്നല്ല, അള്ളാഹു കൊടുത്ത വലിയ പവർ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ രോഗങ്ങളുടെ മാറ്റം, അതേപോലെ തന്നെ കർബുകൾ, ഈ സ്വലാത്തുൽ ഖുറൂബ് പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രയാസങ്ങൾ നീക്കത്തിരുന്ന സ്വലാത്ത്, ഒരുപാട് പോരിശ കിട്ടുന്ന, മഹത്വം കിട്ടുന്ന സ്വലാത്താണ്. പ്രത്യേകിച്ച് ഷഹ്ർ സ്വലാത്തിൻ്റെ മാസത്തിൻ്റെ ആദ്യത്തെ തിങ്കളാഴ്ച രാവാൻ ഒരുപാട് മുഅ്മിനീങ്ങൾ, ഒരുപാട് മഹല്ലത്തുകളിൽ സ്വലാത്തിൻ്റെ ഹൽക്ക പ്രിയപ്പെട്ടവരെ നടക്കുന്ന ദിവസം കൂടെയാണ് ഏത്? പരിശുദ്ധമായ തിങ്കളാഴ്ച രാവ്. ഇപ്പോൾ ഈ വിനീതൻ സേവനം ചെയ്യുന്ന, ഖിദ്മത്ത് ചെയ്യുന്ന മുളവൂർ ബദറുൽ ഇസ്ലാം സെൻട്രൽ ജമാഅത്തിൽ എല്ലാ ഞായറാഴ്ചയും മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം, അതായത് തിങ്കളാഴ്ച രാവ്, സജീവമായി പരിശുദ്ധമായ സ്വലാത്തിൻ്റെ ദിക്റിൻ്റെ ഹൽക്ക നടക്കുന്നുണ്ട്. ഒരുപാട് സാധുക്കളായ പാവപ്പെട്ട മുഅ്മിനീങ്ങൾ പങ്കെടുക്കുന്നുണ്ട്, ഒരുപാട് ഉമ്മമാർ പങ്കെടുക്കുന്നുണ്ട്. എന്തിനാ പങ്കെടുക്കുന്നത്? നമ്മുടെ വലിയ നീറുന്ന പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും പരിഹരിച്ച് കിട്ടാൻ അതിന് പവറുണ്ട് എന്ന് മനസ്സിലാക്കിയവർ, ഖൽബിൽ ഈമാനുള്ളവർക്ക് ഇത് മാറിപ്പോകാൻ പറ്റില്ല. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും, ഒരുപാട് സ്ഥലങ്ങളിൽ, ഇപ്പോൾ ചാപ്പനങ്ങാടി ബാപ്പു ഉസ്താദ് തുടങ്ങി വച്ചിരിക്കുന്ന എത്രയോ ദിക്ർ ഹൽക്കകളാണ്. ചാപ്പനങ്ങാടി വീരാൻകുട്ടി ഉസ്താദ് തുടങ്ങി വച്ചിരിക്കുന്ന ദിക്ർ ഹൽക്കകൾ എത്രയാണ്. അങ്ങനെ ഒരുപാട് സാദാത്തുക്കൾ, ഒരുപാട് മുഅ്മിനീങ്ങൾ, ഒരുപാട് ഉലമാക്കൾ, സയ്യിദന്മാർ ഒട്ടനവധി സ്ഥലങ്ങളിൽ സ്വലാത്ത് ഹൽക്ക, ദിക്ർ ഹൽക്ക. എവിടെ? തിങ്കളാഴ്ച രാവിൽ. അപ്പോൾ ആലോചിച്ച് നോക്കിയേ, പരിശുദ്ധമായ ശഅബാനിൻ്റെ ആദ്യ തിങ്കളാഴ്ച രാവിൽ സ്വലാത്തുൽ ഖുറൂബ് ഒറ്റവട്ടം ചൊല്ലിയാൽ, ഖൽബ് തുറന്ന് ചൊല്ലണം, നമ്മുടെ കർബുകൾ, പ്രയാസങ്ങളൊക്കെ മാറിപ്പോകും. രോഗങ്ങൾക്ക് വലിയ അത്ഭുതകരമായ മാറ്റം ഉണ്ടാകും.
അത്ഭുതകരമായ മാറ്റം ഉണ്ടാവും. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു രോഗം, പ്രയാസം നമ്മളെ വിഷമിപ്പിക്കുന്നുണ്ട്, അത് ട്രീറ്റ് ചെയ്യുന്നുണ്ട്, ചികിത്സ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ മരുന്ന് കഴിച്ചു പോകാമെന്നല്ലാതെ മാറുന്ന അവസ്ഥയില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, അലൈക്കും ബിശിഫാഇൻ, 2 രോഗശമനം കൊണ്ട് അവർ മരുന്ന് കഴിക്കട്ടെ. 2 രോഗശമനം. ഒന്ന് അൽ അസ്ലു, ഒന്ന് നല്ല കലർപ്പില്ലാത്ത ശുദ്ധമായ തേന്. അത് അള്ളാഹുവിൻ്റെ വലിയ നിഅമത്താണ്. ആ നിഅമത്ത് അള്ളാഹു സെലക്റ്റഡായ ചില മുഅ്മിനീങ്ങൾക്ക് കൊടുക്കും, കിട്ടും അവർക്ക്. നമ്മളതിൻ്റെ ചെറിയൊരു ഹാദ്യമായതുകൊണ്ട് അങ്ങനെ പറയുകയാണെന്ന് വിചാരിക്കേണ്ട. നിങ്ങൾക്ക് ചുമ്മാ കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നുള്ളൂ. നല്ല പ്യൂർ തേൻ, ഹണി ഒരാൾക്ക് കിട്ടുകയെന്ന് പറഞ്ഞാൽ വലിയ നിഅമത്ത് തന്നെയാണ്. കാരണം അത് ശിഫയാണ്, രോഗശമനമാണെന്നുള്ള ലോകത്ത് ഒരു മനുഷ്യനും ഒരു സയൻസിനും തർക്കമില്ല. അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ പറഞ്ഞിട്ടില്ല. അതേപോലെ ഖുർആനും. അപ്പോൾ സൂറത്തുൽ ഫാത്തിഹ ഒരു 3 വട്ടം നല്ല തേൻ ചേർത്ത വെള്ളത്തിലേക്ക് 3 സൂറത്തുൽ ഫാത്തിഹ. ഈ പരിശുദ്ധമായ സ്വലാത്തുൽ ഖുറൂബ്, ഈ സ്വലാത്ത് ഒരു 3 വട്ടം ചൊല്ല. ഇസ്വി എന്ന് പറഞ്ഞ് മന്ത്രിക്കുക. രാവിലെ വെറും വയറ്റിൽ ഒരല്പം തേൻ ചേർത്ത് നല്ല വെള്ളത്തിലേക്ക് ചേർത്തിട്ട് ഒന്ന് കഴിച്ചു നോക്കി. പ്രിയപ്പെട്ടവരെ, ഏത് രോഗമാണ് മാറാത്തത്? ഏത് പ്രയാസങ്ങളാണ് നീങ്ങാത്തത്? തീർച്ചയായിട്ടും അതൊക്കെ ഉപയോഗപ്പെടുത്തണം. നമ്മൾ പരിശുദ്ധമായ സ്വലാത്ത് എമ്പാടും ചൊല്ലണം, ഓതണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് വിജയിക്കുന്നവരിൽ നമ്മളെല്ലാം ചേർക്കട്ടെ, വിജയിപ്പിക്കട്ടെ, സലാമത്തിലാക്കട്ടെ. വാഖിറു കലാമി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാഷാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാഷാ അല്ലാഹ് ലാ യസ്രിഫു السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله لا يا داخل الجنة تبشرنا بما فيها وفيها ريح